കുറേ ദിവസത്തിന് ശേഷം ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോയാലോ എന്ന്. എപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയാലും കിങ്സ്റ്റണിലേക്കാണ് വരിക. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് കിങ്സ്റ്റണിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വന്നേക്കുന്നത് കിങ്സ്റ്റൺ ഒരു കുട്ടി ഷോപ്പിംഗ് ചെയ്യാനാണ്. കിങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിച്ചു പോയ പെണ്ണുങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരില്ലേ ആ ഒരു ഫീലാണ്. കാരണം കിങ്സ്റ്റൺ എപ്പോഴും സ്പെഷ്യലാണ്. എൻ്റെ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കിങ്സ്റ്റണിലാണ്. അതുകൊണ്ട് തന്നെ കിങ്സ്റ്റണിൽ വരാമെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല വെതറാണെന്ന്. ഇപ്പോൾ ഒരു കൂളായിട്ടൊരു വെതറായിട്ട് നിൽക്കണേ. ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇത് കുറച്ച് നേരം ചേഞ്ച് ആവും. UK വെതറിന് ഒരു മാതിരി ഓന്തിൻ്റെ സ്വഭാവമാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വെതറും കൂടി ഓക്കെ ആണെങ്കിൽ പറയും വേണ്ട. ഇവിടുത്തെ ആൾക്കാർ പിന്നെ വീട്ടിലിരിക്കില്ല. അത് അവരുടെ കൾച്ചറിന്റെ ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോണത്. ഞാൻ കാലത്തോട്ട് ഇത്ര നേരമായി, ഇപ്പൊ ഇവിടെ ഒരു 2 മണിയായി സംതിങ്. എന്നിട്ട് ഞാൻ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല കാറ്റുണ്ട്. അയ്യോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോണ സമയത്താണ് ഷേക്ക് കുടിച്ചാലോ എന്ന് തോന്നിയത്. കുറെ ദിവസമായി ഷേക്ക് കുടിച്ചിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഷേക്ക് കുടിക്കാൻ പോവാം. ഇപ്പൊ നമ്മള് ഫൈവ് ഗേഴ്സിലാണ്. ഫൈവ് ഗേഴ്സിൽ വന്നേക്കുന്നത് ഷേക്ക് കുടിക്കാനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഷേക്ക് ഇൻ UK ആണ് ഫൈവ് ഗേഴ്സിലെ ഷേക്ക്സ്. പക്ഷെ വേറെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. ഓ യമ്മി. ഞങ്ങൾ ബിസ്കോഫും വാനിലയും കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കണ്ടോ ഇതിവിടെ ഫ്രീ ആണ് നമ്മുടെ കപ്പലണ്ടി. അങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്ക് കപ്പലണ്ടി തിന്നിട്ടായാലും ജീവിക്കാം. ഇപ്പം നമ്മൾ ഷേക്കും വാങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. വെരി യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്. നേരെ പോയത് വിങ് സ്റ്റോപ്പിലേക്കാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ വിങ് സ്റ്റോപ്പ് ഞാൻ എൻ്റെ ഒരു ഓപ്ഷനാക്കി വെക്കാറുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ പല ഫ്ലേവേഴ്സിൽ ചൂസ് ചെയ്യാം. ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് UK-ലുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓർഡറിംഗ് ടേബിളിൻ്റെ മുന്നിലേക്ക് എത്തിയത്. കാരണം നമ്മുടെ മുന്നിൽ നിന്ന് ആൾക്കാർ ഓർഡർ ചെയ്യാൻ അത്യാവശ്യം നല്ല സമയം എടുത്തിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ വേറൊരു വർക്കറും കൂടി വന്നിട്ട് ഇവിടെ ഓർഡർ എടുക്കുന്നുണ്ട്. പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഈറ്റിനായതുകൊണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ചു നേരം അവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കണേന്ന് നോക്കി അവിടെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. ഇതേ നോക്കിയ നമ്മുടെ ആശാൻ ഇവിടെ നല്ല പണിയിലാണ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. സാനിത്താത്ത കണ്ടോ ഞങ്ങളുടെ അശോകേട്ടനെ? നമ്മൾ 3 ഫ്ലേവേഴ്സ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ആ ചുവന്ന് തൊടുത്തിരിക്കുന്നവന്റെ പേരാണ് ആറ്റോമിക്. പിന്നെ ഇത് നമ്മുടെ ഗാർലിക് പരമേശ്വരേട്ടൻ. പിന്നെ കുറച്ച് ചിപ്സ്. പിന്നെ സൈഡായി പോയതിന്റെ പേരായിരുന്നു ബ്രസീലിയൻ പെപ്പർ സംതിങ്. അങ്ങനെ 3 ഫ്ലേവറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ചിപ്സ് നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റ് ഫ്ലേവർ ആണ് പറഞ്ഞത്. അത് അവർ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു. How is the taste, Ikka? ഇത് കുഴപ്പമില്ല. ഇത് എൻ്റെ പൊന്നെ ഊച്ചാളി. ഇത് അത്ര ഇരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ അല്ലേ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആവാം. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ബെൻഡസ് മാളിലേക്കാണ് വിട്ടത്. അത്യാവശ്യം മേത്തോട്ട് സെഡ് വരെയുള്ള എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഈ മാളിന്റെ ഉള്ളിലുണ്ട്. ഈ മാളിൽ എപ്പോൾ കയറിയാലും ഞാൻ നോക്കാം ഏതെങ്കിലും പുതിയ ബ്രാൻഡ് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും വാങ്ങാനായിരിക്കുന്നത് അല്ലേ? അല്ല, എനിക്ക് ജസ്റ്റ് കയറി അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ദർശനീ പുണ്യം സ്പർശനീ പാപം അങ്ങനെയാണല്ലോ.
ബെന്തസ് മാളിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് ഓട്ടുവിന്റെ ബ്രാഞ്ചിലേക്കാണ്. അവിടെ എന്റെ ഫ്രണ്ടിന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അത് ചെയ്ത് കഴിയുന്ന വരെ ഞാൻ ആൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഓട്ടു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സിം കമ്പനിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അമീറിനെ കണ്ടത്. ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊളീഗാണ് ഇട്ടത്. ആളെ ഞാൻ അവിടെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടത്. ഞാനും ആളും ഭയങ്കര കൂട്ടാണ്. ആള് 10-60 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നേ ഇല്ല. നല്ല ചില്ല് മോഡാണ് ആശാന് 24 മണിക്കൂറും. ഇപ്പം ഞാൻ അമീറിനെ കണ്ട് സംസാരിച്ചു. ഇനി ഞങ്ങള് കുറച്ചൊരു ബാഗ് വാങ്ങാണ്ട് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങൾ നോക്കണം, അതിന് വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആക്സസറീസിന്റെ ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ചേട്ടൻ കണ്ണ് തള്ളിപ്പോയി. കാരണം നല്ല ഓഫർ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സാധനം വാങ്ങാൻ വന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. കാരണം പിന്നെ നോക്കി നോക്കി ഞാൻ എനിക്ക് നോക്കലായേ. കുട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരാൻ ഞാൻ സമ്മതിക്കില്ല. സെൽഫ് കൺട്രോൾ ആണ് മനസ്സിൽ ഏറ്റവും വേണ്ടതെന്ന് എന്നോട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം ഞാൻ മറ്റുള്ളവർക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഈ ചേച്ചി എനിക്ക് ബില്ലടിച്ച് തരുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് മിറർ സെൽഫി എടുത്തു. അങ്ങനെ അവിടെ നിന്നുള്ള പട്ടി ഷോയും കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കുറച്ച് കാർഡ് വാങ്ങാനാണ്. അപ്പോൾ അങ്ങനെ ആ വഴി നമ്മളൊരു കാർഡ് ഷോപ്പിലേക്ക് അങ്ങോട്ട് വിട്ടു. ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇത് കാർഡിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഷോപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ ഏത് ഷോപ്പിൽ പോയാലും എൻ്റെ കണ്ണ് മഞ്ഞളിക്കും. കാരണം എനിക്ക് ക്യൂട്ട് സാധനങ്ങളോട് ഭയങ്കര ഒബ്സഷനാണ്. അങ്ങനെ അവിടുന്ന് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി വീണ്ടും. നിങ്ങൾക്ക് കിങ്സ്റ്റൺ മാർക്കറ്റ് പ്ലേസും കൂടി കാണിച്ചു തന്നെന്ന് എനിക്ക് അതിയായ പൂതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് തുള്ളിപ്പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർ ആ ഷോപ്പ് അടച്ചു പോയിരുന്നു. ആ ഷോപ്പല്ല, കുറേ ഷോപ്പുകളുണ്ട്, അത് മൊത്തം അടച്ചു പോയിരുന്നു. കാരണം സമയം ഒരു 6 മണി 6:30 ആയി. ഇവിടെ മാക്സിമം ഒരു 5 മണി വരെ സംഭവങ്ങളൊക്കെ തുറന്നിരിക്കുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വെളിച്ചെന്ന് ചോദിച്ചാൽ ഇവിടെ സമ്മറിൽ ഇങ്ങനെയാണ്. സൂര്യൻ പോകണമെങ്കിൽ ഏകദേശം ഒരു 10 മണിയെങ്കിലും ആകും. അങ്ങനെ പ്രാവുകളുടെ കയ്യിൽ നിന്ന് ഉള്ള ഊക്കും വാങ്ങിച്ച് കെട്ടിയിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വേസ്റ്റ് കളയാനാണ്. ഞാൻ അവിടെ കിടന്ന് എന്താ കാണിക്കണേന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് എന്തിനാ ഇത് സൂം ചെയ്തെടുത്തേന്നും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ വഴികൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇവിടെ എത്രത്തോളം സൈലന്റ് ആയിരുന്നു. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന കിങ്സ്റ്റൺ അല്ല ഇപ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി എന്ന് അല്ലേ? ഇപ്പം കാണിച്ചു തരാം, ഇപ്പം ശരിയാക്കി തരാം. കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവും ഒബ്വിയസ്ലി. പക്ഷേ ബാക്കിയുള്ളവർ എവിടെയാന്ന് ഇപ്പം കാണിച്ചു തരാം. ഇപ്പം ഇനി നമ്മൾ പോകുന്നത് കിങ്സ്റ്റണിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസിലേക്കാണ്. ഞങ്ങള് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എപ്പോഴും വന്നിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കാറ്റ് എന്നെ നല്ല രീതിയിൽ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിങ്സ്റ്റൺ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാറ്റ് സഹിച്ചേ പറ്റൂ. ഇവിടെ കാറ്റ് കൂടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് റിവർ തേംസ് ആണ്. കിങ്സ്റ്റൺ ഇരിക്കുന്നത് റിവർ സൈഡിന്റെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റുണ്ടായിരിക്കും. ഇവിടെ കാറ്റില്ലാത്ത ഒരു കാലാവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കേക്ക് ഷോപ്പ് നോക്കി ഞാൻ പണ്ടേ വായനോക്കി നിൽക്കാറുണ്ട്. അതിന്നും ഞാൻ തെറ്റിച്ചില്ല. ഇവിടുത്തെ ആൾക്കാർ എവിടെയാണെന്ന് അറിയാനല്ലേ നമ്മൾ പോകണേ. അതുപോലെ തന്നെ ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ. വാ നമുക്ക് വേഗം ഓടിപ്പോവാം. അപ്പം നമ്മൾ നമ്മുടെ കിങ്സ്റ്റണിലെ റിവർ സൈഡിലേക്കാണ് വരുന്നത്. കിങ്സ്റ്റൺ വിസിറ്റ് ചെയ്യണവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്ലേസാണ് ഇത്.
ആണ്. ഇവിടെ വന്ന് കാറ്റും കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തതയാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമുക്ക് തന്നെ കുറയുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിനൊരു തെറാപ്പി പോലെയാണ് ഞാൻ ഈ പ്ലേസ് എപ്പോഴും ചൂസ് ചെയ്യാറ്. നിങ്ങൾ ആ കാണുന്ന ബ്രിഡ്ജിലെ അത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ആട്ടോ വെസ്റ്റ് ലണ്ടനിലെ. ഈ റിവറിന്റെ ഒരു സൈഡിൽ മൊത്തം പബ്ബും അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. നല്ലൊരു വീക്കെൻഡ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ പരിപാടീസ് ഒക്കെ ഇനി ഇവിടെയായിരിക്കും. പിന്നെ ഈ റിവറിൽ ചെറിയ ചെറിയ ബോട്ട് ഹൗസുകളൊക്കെ ഉണ്ട്. അവർ മാനുവൽ ആയിട്ട് ഉണ്ടാക്കിയ ചെറിയ ഗാർഡനും ലോണും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ സോളാർ പാനൽ വരെ വെച്ചിട്ടുണ്ട് അവര്. ഇവരിവിടെ ഡെയിലി ബേസിസിൽ താമസിക്കണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല. പക്ഷെ സംഭവം വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല വൃത്തിക്ക് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ റിവറിന്റെ കരക്കോടെ എത്ര വേണമെങ്കിലും നമുക്ക് രണ്ട് സൈഡിലേക്ക് നടക്കാട്ടോ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ വേറെ പ്ലേസിലേക്കൊക്കെ എത്തും. മൊത്തത്തിൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സും ഷോപ്പൊക്കെ കാലത്ത് തുറന്നു കഴിഞ്ഞാൽ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അടയ്ക്കും. പിന്നെ ആകെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും അതുപോലെ മോസ്റ്റ്ലി പബ്സും ആണ് തുറന്നിരിക്കുക. പബ്ബുകളൊക്കെ ഒരു 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. നമ്മൾ അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പടവ് പോലത്തെ ഒരു സ്ഥലം കാണാം. ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലം. റിവറിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഒരു ചെറിയ പാർക്കാണ്. ചെറിയ പാർക്കൊന്നല്ല, ഒരു വലിയ പാർക്കാണ്. അവിടെയാണെങ്കിൽ ആൾക്കാർ വാക്കിങ്ങിനും പിക്നിക്കിനും ഒക്കെ വരുന്ന ഒരു ചെറിയ പ്ലേസ് ആണ്. ഇതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ. ഈ ആശാനയിലെ ഇന്നാളെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കറിയില്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയിന്ന്. സാധാരണ ഒരു പട തന്നെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ബാക്കിയുള്ളവർ എവിടെ പോയിന്ന് ഒരു പിടുത്തമില്ല. ഇവർക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഭയങ്കര ഡോമിനൻസ് ആയതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരാൾക്കും ഫുഡ് കിട്ടാറില്ല. ഇവരുടെ ഓണർ ആരാന്നുള്ളത് ഭയങ്കര കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഇവരുടെ ഓണർ നമ്മുടെ കിങ് ചാൾസ് ആണ് കേട്ടാ. ഇതിന്റെ ഇടയിൽ റിവറിക്കോടെ കയാക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാട്ടാ. ഈ കാണുന്നത് കയാക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ്. തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബോട്ടിൽ കാണുന്നത് അതിന്റെ ഇൻസ്ട്രക്ടേഴ്സിനെയാണ്. ഇൻസ്ട്രക്ടേഴ്സ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് മനസ്സിലായ പോലെ ഇരിക്കുന്നുണ്ട്. ഏത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കില്ലേ അതുപോലെ തന്നെ. കുറച്ചു നേരം കൂടി ഇതൊക്കെ കണ്ട് എനിക്ക് അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും കാറ്റടിച്ച് നല്ല തണുപ്പായി തുടങ്ങിയപ്പോൾ പതുക്കെ അവിടുന്ന് സ്കൂട്ടാവെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോണ വഴി ഒന്നും കൂടി നമ്മുടെ ഈ കുരങ്ങൻകുട്ടന്മാരെ കണ്ടിട്ട് സലാം പറയാന്ന് വിചാരിച്ചു. ഇവന്റെ ഒക്കെ കളി നോക്കിയ നിങ്ങള്, ഹൈ. പിന്നെ കുറച്ചേരം ഇവന്റെ പാട്ടും കേട്ട് അങ്ങനെ നിന്നൂട്ടാ. പിന്നെ ലാസ്റ്റ് എനിക്ക് പ്രൈമാർക്കിലും കൂടി ഒന്ന് കയറാനുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് പ്രൈമാർക്ക്. എന്റെ ഫ്രണ്ടിന്റെ ബേബിക്ക് കുറച്ച് ക്ലോത്ത്സ് വാങ്ങാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ബേബീസിന്റെ ഉടുപ്പുകൾ കാണുമ്പോൾ ഭയങ്കര കൊതിയാവും. ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ ഒരു വിരല് പോലും ഇപ്പൊ അതിൽ കയറില്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ എന്റെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്, നമ്മളിനി വീട്ടിൽ പോവാണ്. ഇറങ്ങി ഒരു ഇൻട്രസ്റ്റ് എനിക്കില്ല വീട്ടിൽ പോകാൻ. കാരണം എനിക്ക് നാളെ വർക്കിന് പോകണം. എന്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വെറുതെ കണ്ടിട്ട് പോകാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.